പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 2 ഭൂമിയാകുന്ന നാം ആണ് ചർച്ച ചെയ്യുന്നത്. ആദ്യ പ്രവർത്തനമായി തന്നിരിക്കുന്നത് കിളിക്കൂട് എന്ന ഒരു ചെറു കവിതയാണ്. പ്രഭാവർമ്മയുടെ അപരിഗ്രഹം എന്ന കവിതയിലെ ഒരു ഭാഗമാണിത്. കിളിക്കു വേണ്ടത് കിളിക്കൂടെന്നു നാം പറഞ്ഞു പറ്റിപ്പൂ കിളിയെ, നമ്മളെ കിളിക്കുണ്ടാകാശം കിളിക്കൂടായി അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയേയും. കിളിക്ക് വേണ്ടത് കിളിക്കൂടാണെന്ന് പറഞ്ഞ് കിളികളെ നമ്മൾ പറ്റിച്ചു. കിളിക്ക് വേണ്ടത് കിളിക്കൂടല്ല, അവരുടെ കൂട് ആകാശമാണ്. ആകാശത്ത് പാറിപ്പറന്ന് നടക്കേണ്ട കിളികളെ നാം കൂട്ടിലടക്കുകയാണ് ചെയ്യുന്നത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നാണ് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയിട്ടുള്ളത്. കിളിക്ക് വേണ്ടത് കൂടല്ല, സ്വാതന്ത്ര്യമാണ്. പറക്കാൻ കഴിയുന്ന ആകാശമാണ് കിളിയുടെ യഥാർത്ഥ കുടിൽ. കിളിക്കൂട് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും കിളിക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ അതൊരു തടവറയാണ്. സ്വാതന്ത്ര്യം മാത്രമാണ് സത്യമായ സന്തോഷം. മനുഷ്യന്റെ വിചാരം ഭൂമി അവൻ്റേത് മാത്രമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പ്രപഞ്ചത്തിലെ സർവ ചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. മനുഷ്യരും ജീവജാലങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ ഭൂമിയിലെ ജീവിതം അർത്ഥപൂർണമാകൂ. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ ആന ഡോക്ടർ പരിചയപ്പെടാം. ബി ജയമോഹൻ്റെ ഒരു നോവലാണ് ആന ഡോക്ടർ. പ്രശസ്ത തമിഴ് എഴുത്തുകാരനാണ് ബി ജയമോഹൻ. തമിഴിൽ മാത്രമല്ല മലയാളത്തിലും ഇദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നോവൽ, ചെറുകഥ, ഉപന്യാസം, ചരിത്രം എന്നീ മേഖലകളിലാണ് നിരവധി കൃതികൾ എഴുതിയിട്ടുള്ളത്. സാഹിത്യകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും പ്രശസ്തനാണ്. കന്യാകുമാരിയിലെ തിരുവരമ്പിൽ 1962 അദ്ദേഹത്തിൻ്റെ ജനനം. ആന ഡോക്ടർ, 100 സിംഹാസനങ്ങൾ, നെടുമ്പാതയോരം, മിണ്ടാച്ചെന്നായ്, ഉറവിടങ്ങൾ, അറം, മായപ്പൊന്ന് എന്നീ കൃതികളാണ് മലയാളത്തിൽ രചിച്ചിട്ടുള്ളത്. കസ്തൂരിമാൻ, നാൻകടവുൾ, പാപനാശം തുടങ്ങിയ സിനിമകളുടെ തിരക്കഥയും ഇദ്ദേഹത്തിൻ്റെതാണ്. വർഷങ്ങളോളം കാട്ടാനകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയ ആനകളുടെ ഹൃദയമറിയുന്ന മൃഗ ഡോക്ടറായിരുന്നു ഡോക്ടർ വി കൃഷ്ണമൂർത്തി. അദ്ദേഹത്തെ ഡോക്ടർ കെ എന്നാണ് വിളിച്ചിരുന്നത്. ഡോക്ടർ കെയെ മുഖ്യ കഥാപാത്രമാക്കി ജയമോഹൻ രചിച്ച നോവലാണ് ആന ഡോക്ടർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വിട്ടുപിരിയാത്ത ബന്ധത്തിൻ്റെ കഥ പറയുകയാണ് ഈ ചെറു നോവലിൽ. ടൂറിസ്റ്റുകൾ വലിച്ചെറിഞ്ഞ കുപ്പിയുടെ ചില്ല് കാലിൽ തറച്ചു കയറിയ ഒരു ആനയെ ഡോക്ടർ കെ മുൻപ് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുട്ടിയാനക്ക് കുപ്പിച്ചില്ലുകൊണ്ട് പരിക്കേറ്റപ്പോൾ ഡോക്ടർ കെയെ തേടി വളരെയധികം ദൂരം സഞ്ചരിച്ച് തൻ്റെ അമ്മയെ രക്ഷിച്ച ആ ഡോക്ടറുടെ അടുത്തേക്ക് ആ കുട്ടിയാനയും സംഘവും എത്തുന്നതാണ് പാഠഭാഗം. ആനകളുമായുള്ള ഡോക്ടറുടെ അടുപ്പം ഹൃദയത്തിൽ തൊടുന്നത് പോലെ നോവലിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ഗവിയിലെ മുൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ബഷീർ പറഞ്ഞുകൊടുത്ത വിവരങ്ങൾ വെച്ചാണ് ജയമോഹൻ ഡോക്ടർ കെയുടെ ജീവിതം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു സഹപ്രവർത്തകന്റെ അനുഭവത്തിലൂടെ വികസിക്കുകയാണ് ഈ നോവൽ. ആനകൾക്കായി ജീവിച്ച, ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച വന്യമൃഗങ്ങൾ ചാകുമ്പോൾ പോസ്റ്റ്മോർട്ടം വേണമെന്ന ആവശ്യത്തിനായി പോരാടുകയും അതിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഡോക്ടർ കെ. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാടുകളിൽ ആനകൾ ചരിയുന്നത് വേട്ടയാടലിൻ്റെ ഫലമായിട്ടാണ് എന്നറിയുന്നത്. 18 ആനകളുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ 12 എണ്ണവും വെടിയേറ്റ് ചരിഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടു. പാഠഭാഗത്ത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. കുട്ടിയാന ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. ഡോക്ടർ അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി.
കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അതേ മുഖം കണ്ടാൽ അറിയില്ലേ, 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനക്ക് ഇതുപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ കെയുടെ സഹജീവി സ്നേഹത്തിൻ്റെ ഉത്തമമായ മാതൃകയാണ് ഈ നോവൽ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡോക്ടർ കെ ആനകളെ വെറും മൃഗമായല്ല കണ്ടത്. ആത്മാർത്ഥവും വൈകാരികവുമായാണ് അദ്ദേഹം മൃഗങ്ങളോട് ഇടപെട്ടിരുന്നത്. അത് അനുഭവിച്ചും അനുസരിച്ചും കൂടെ നിൽക്കുകയാണ് കാട്ടാനകൾ. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുതരമായി പരിക്കേറ്റ അമ്മയെ പരിചരിച്ച് രക്ഷപ്പെടുത്തിയ ഡോക്ടർ തനിക്കും രക്ഷകനാകുമെന്ന വിശ്വാസത്തിലാണ് ആ കുട്ടിയാന വളരെയധികം ദൂരം സഞ്ചരിച്ച് തൻ്റെ പരിക്കേറ്റ കാലുമായി ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത്. 30-ലധികം ആനകൾ ഒന്നിച്ച് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ച് ഡോക്ടറോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് വാക്കുകൾ കൊണ്ട് എഴുതി പിടിപ്പിക്കാൻ ആവില്ല. ഹൃദയം കൊണ്ടുള്ള അടുപ്പമാണ് അത് കാണിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു, കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തിന് എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക. ആദ്യ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തണുത്ത കാറ്റിൻ്റെ തീവ്രതയും അത് നൽകുന്ന സുഖകരമായ അനുഭൂതിയുമാണ്. കാഴ്ചയെ മറക്കുന്ന തിരശീല പോലെയുള്ള ഇരുട്ട് എന്ന പ്രയോഗത്തിൽ ഇരുട്ടിനെ തിരശീലയായും നക്ഷത്രങ്ങളെ കറുത്ത തിരശീലയിലെ സുഷിരങ്ങളായും സാമ്യപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം, തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. തളർന്നു കിടക്കുന്ന ആനയുടെ തുമ്പിക്കൈയെ മലമ്പാമ്പിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. അനുഭവങ്ങളെയും കാഴ്ചകളെയും അതേപോലെ അവതരിപ്പിക്കാതെ ആ സന്ദർഭങ്ങൾ വായനക്കാരൻ്റെ മനസ്സിൽ തൊടുന്ന വിധം അവതരിപ്പിക്കാൻ ഇത്തരം പ്രയോഗങ്ങളിലൂടെ കഴിയുന്നു. സാഹിത്യ രചനകളെ സുന്ദരമാക്കുന്നത് ഇത്തരം സവിശേഷമായ പ്രയോഗങ്ങളാണ്. അടുത്ത ചോദ്യം, കുമാരനാശാൻ്റെ ചിന്താവിറ്റയായ സീതയിലെ സ്നേഹത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന ഭാഗവും ഈ നോവൽ ഭാഗവും തമ്മിൽ താരതമ്യം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തിന് നിരൂപണം തയ്യാറാക്കുക എന്നതാണ്. ആന ഡോക്ടർ എന്ന നോവലിൽ ജയമോഹൻ അവതരിപ്പിച്ച വി കൃഷ്ണമൂർത്തിയെക്കുറിച്ച് കാടിൻ്റെ ആത്മാവ് കണ്ടെത്തിയ ഡോക്ടർ കെയുടെ ജീവിതം പുരാണ കഥയെ അനുസ്മരിപ്പിക്കും പോലെ അവതരിപ്പിക്കാൻ ജയമോഹന് ആന ഡോക്ടർ എന്ന നോവലിലൂടെ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയായിരുന്നു. ആനകളോടുള്ള അടുപ്പം ഹൃദയത്തിൽ തൊടുന്നത് പോലെ നോവലിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം കാട്ടാനകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വിട്ടുപിരിയാത്ത ബന്ധത്തിൻ്റെ കഥ പറയുകയാണ് ഈ നോവൽ. ടൂറിസ്റ്റുകൾ വലിച്ചെറിഞ്ഞ കുപ്പിയുടെ ചില്ല് കാലിൽ തറച്ചു കയറിയ ഒരു ആനയെ ഡോക്ടർ കെ മുൻപ് രക്ഷപ്പെടുത്തിയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുട്ടിയാനയുടെ കാലിൽ കുപ്പിച്ചില്ല് തറച്ച് പരിക്കേറ്റപ്പോൾ വളരെയധികം ദൂരം സഞ്ചരിച്ച് തൻ്റെ അമ്മയെ രക്ഷിച്ച ഡോക്ടർ കെയുടെ അടുത്ത് ആ കുട്ടിയാന എത്തുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർക്ക് അതിനെ മനസ്സിലാകുന്നുണ്ട്. ആനയെ കണ്ട മാത്രയിൽ 2 വയസ്സ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ആനകളെ അത്രമാത്രം അടുത്തറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ചൂരു നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല. ഈ പ്രയോഗത്തിൽ നിന്ന് ഡോക്ടറുടെ അനുഭവ പരിചയമാണ് കാണാൻ കഴിയുന്നത്. പ്രകൃതിയുടെ മേലുള്ള ഇടപെടലുകൾ മറ്റു ജീവജാലങ്ങളുടെ സ്വതന്ത്രമായ അവരുടെ ജീവിതത്തിന് വിലങ്ങുതടിയാകുന്നു. മനുഷ്യർ തങ്ങളുടെ താൽക്കാലിക സുഖത്തിനും ആർഭാടത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും മറ്റു ജീവജാലങ്ങളുടെ ജീവന് പലപ്പോഴും ഭീഷണിയാകുന്നുണ്ട്.
ഈ കഥയിലെ കുട്ടിയാനയും അമ്മയും മനുഷ്യൻ്റെ ദുഷ്ചെയ്തികളുടെ ഫലം അനുഭവിക്കുന്നവരാണ്. മനുഷ്യർ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് കാലിൽ തറച്ചു കയറി വലിയ വ്രണമായിട്ടാണ് ആന ഡോക്ടറുടെ അടുത്തെത്തുന്നത്. മനുഷ്യർ അലക്ഷ്യമായി കാട്ടിലേക്ക് എറിയുന്ന ചെറിയ ബീഡിക്കുറ്റിയിൽ നിന്ന് പോലും കാട്ടുതീയുണ്ടായി എത്രയോ ജീവജാലങ്ങളാണ് വെന്തുമരിക്കുന്നത്. കാടിനെ നശിപ്പിക്കുന്ന, കാട്ടിലെ ജീവജാലങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന മനുഷ്യരുടെ പ്രവൃത്തികളോടുള്ള പ്രതിഷേധം ഡോക്ടറുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകളെ അദ്ദേഹം പരിപാലിക്കുന്നുണ്ട്. ആനകളുടെ ഓർമ്മയെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചുമെല്ലാം ഡോക്ടർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ കെയുടെ സഹജീവി സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകകളാണ് ഈ നോവൽ ഭാഗത്തെ സന്ദർഭങ്ങൾ. 30-ലധികം ആനകൾ ഒന്നിച്ച് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ച് ഡോക്ടറോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയെ കരുതലോടെ കാക്കാം. പ്രകൃതിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശക്തി. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം എല്ലാം പ്രകൃതിയുടെ സമ്മാനങ്ങളാണ്. അതിനാൽ തന്നെ പ്രകൃതിയെ കരുതലോടെ കാക്കുന്നത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. ഇന്നത്തെ കാലത്ത് കാടുകളും പുഴകളും മലകളും നശിച്ചു പോവുകയാണ്. വായുവും വെള്ളവും മലിനമാകുന്നു. വന്യമൃഗങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ലാതാകുന്നു. ഇതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ അനാസ്ഥയും സ്വാർത്ഥതയും ആണ്. പ്രകൃതിക്ക് അനുഗുണമല്ലാതെ നടക്കുന്ന വികസന പ്രവൃത്തികളും അനിയന്ത്രിതമായ വിനോദ സഞ്ചാരവും മൃഗങ്ങളുടെയും ചെടികളുടെയും ജീവന് ഭീഷണിയാകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ശ്രമങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കുക, മാലിന്യം ചുറ്റുപാടിൽ വലിച്ചെറിയാതിരിക്കുക, മരങ്ങൾ നടുക, ജലസംരക്ഷണം, ശബ്ദമലിനീകരണം ഒഴിവാക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ പ്രകൃതിയെ കാക്കുന്നതിന് സഹായകമാകും. വിദ്യാർത്ഥികളായ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. പ്രകൃതിയെ പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലെ കാണുക, പ്രകൃതിയെ സംരക്ഷിക്കുക. ഇനി വരുന്ന തലമുറക്കും ഇവിടെ ജീവിക്കേണ്ടതാണ് എന്ന സത്യം നാം മറന്നു പോകരുത്. നാം പ്രകൃതിയെ കരുതിയാൽ അത് നമ്മെ കരുതും. പ്രകൃതിയോടുള്ള സഹജീവിതം സുന്ദരമായ ഭാവിക്ക് വഴികാട്ടിയാകും. പ്രകൃതിയെ കരുതലോടെ കാക്കാം. സങ്കീർണവാക്യം, ലഘുവാക്യം. നമുക്ക് ഉദാഹരണം നോക്കാം. മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇത് സങ്കീർണവാക്യമാണ്. ഇതിനെ ലഘുവാക്യമാക്കുമ്പോൾ മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവർ വന്നത്, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇനി നമുക്ക് ലഘുവാക്യത്തെ എങ്ങനെ സങ്കീർണവാക്യം ആക്കാമെന്ന് നോക്കാം. 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനക്ക് ഇതുപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഉണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. അത് എങ്ങനെ സങ്കീർണവാക്യമാക്കുന്നു എന്ന് നോക്കാം. 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനക്ക് ഇതുപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്ന കുഞ്ഞാണ് ഇവൻ. വാക്യരചനകളിൽ ലഘുവാക്യങ്ങളും സങ്കീർണവാക്യങ്ങളും ഉണ്ട്. ലഘുവാക്യങ്ങൾ എളുപ്പത്തിൽ ആശയം വ്യക്തമാക്കാൻ സഹായിക്കും. ചെറുവാക്യങ്ങൾ ചേർത്ത് വലിയ വാക്യങ്ങൾ ആക്കുമ്പോൾ ഭാഷാശൈലി കൂടുതൽ അർത്ഥപൂർണമാകാൻ കഴിയും. ഓരോ എഴുത്തുകാർക്കും അവരുടേതായ ഭാഷാ ശൈലിയുണ്ട്. ജയമോഹൻ ചെറിയ വാക്യങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നു. ഇത് കഥയുടെയും നോവലിൻ്റെയും ഭാവവ്യക്തതയ്ക്കും വായനാ സുഖത്തിനും സഹായകമാകുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.